അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ നിയമസഭാ സ്പീക്കറായിട്ടുള്ള എൻ ഷംസീറിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. മാസങ്ങളായിട്ട് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് അത് കണ്ടിട്ട് ചർച്ചയിലേക്ക് വരാം. ക്ലാസ് സമയമാറ്റം സംബന്ധിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ രാവിലെ 8 മണിക്ക് സ്കൂള്, ഇവിടെ എത്തുമേ അതൊന്നും പറ്റൂല, 10 മണിക്കേ പറ്റൂ. അവിടെ മദ്രസ ഉടനെയില്ലേ? അവിടെ മദ്രസ ഉടനെ ഉണ്ട്, പ്രശ്നമില്ല. ഇവിടെ എത്തുമ്പോൾ പറയുന്നത് ഇവിടുത്തെ മദ്രസക്ക് പോകണം. വിദ്യാഭ്യാസത്തിനോ മതപഠനത്തിനോ മതപരമായ ആചാരങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം. 10 മണി മുതൽ 4 മണി വരെ തിയറി മാറ്റണം. പകരം 8 മണിക്ക് രാവിലെ ഉറങ്ങിണിക്കുന്ന കുട്ടി നല്ല ഫ്രഷ് മൂഡിൽ പഠിക്കാൻ പോകുന്നു. ഒരു 1 മണിക്ക് മുമ്പായി അവന്റെ ക്ലാസ് അവസാനിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് കളിക്കാൻ വിട്. അന്തേന്റെ മതപഠനം നടത്തട്ടെ, മദ്രസയിൽ പോയിക്കോട്ടെ. അല്ലാതെ 10 മണി മാത്രമേ പറ്റൂ എന്ന രീതിയിലേക്ക് വാശി പിടിക്കുന്ന രീതിയെക്കുറിച്ച് മതപണ്ഡിതന്മാരും പുനർവിചിന്തനത്തിന് വിധേയമാണെന്നായി പറയാനൊക്കെയുള്ളത്. അത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടല്ലോ. പ്രധാനമായും 1-2 വിഷയങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. പതിറ്റാണ്ടുകളായി നമ്മുടെ കേരളീയ പരിസരങ്ങളിൽ വളരെ ആത്മീയവും സാമൂഹികവുമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ മദ്രസ പ്രസ്ഥാനം. വളർന്നു വരുന്ന പിഞ്ചു പൈതങ്ങൾക്ക് ഇസ്ലാമികവും അതിലുപരിയായിട്ട് സാമൂഹികവുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ബോധ്യപ്പെടുത്തി അവരുടെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് മദ്രസ പ്രസ്ഥാനം. വിവിധ സംഘടനകൾക്ക് കീഴിൽ, വിവിധ സമസ്തകൾക്ക് കീഴിൽ വളരെ ഭംഗിയായ രീതിയിൽ, ചിട്ടയൊത്ത രീതിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മദ്രസ പ്രസ്ഥാനം. ഷംസീർ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സ്കൂളിൻ്റെ സമയം രാവിലെ 10 മണി എന്നുള്ളത് കുറച്ചുകൂടെ നേരത്തെയായിട്ട് 8 മണിക്ക് ആക്കണമെന്നുള്ള ഒരു ആവശ്യമാണ്. അതിനൊരുപാട് കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും ശാസ്ത്രീയപരമായിട്ട് കുട്ടികൾ വളരെ നേരത്തെ സ്കൂൾ പഠനം ആരംഭിക്കുന്ന സമയത്ത് അവരുടെ ബുദ്ധി ശക്തി വർദ്ധിക്കുവാനും അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാനും ഒക്കെ കുറച്ചുകൂടെ നല്ല സമയം 8 മണിയാണ് എന്നുള്ളത് ശാസ്ത്രീയപരമായിട്ടും അതുപോലെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മതപരമായിട്ടുള്ള കാര്യങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഒരിക്കലും അദ്ദേഹം എതിർക്കുന്നില്ല, അത്തരം കാര്യങ്ങളെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ കേരളത്തിലെ മദ്രസകളുടെ സമയം എല്ലാവർക്കും സുപരിചിതമാണ്. മുസ്ലിങ്ങൾ പോലും മുസ്ലിങ്ങളുടെ മദ്രസയുടെ സമയം കൃത്യമായിട്ട് അറിയുന്നവരാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വളരെ ഉന്മേഷത്തോടുകൂടെ എഴുന്നേറ്റ് ഒരു 6 മണി, പരമാവധി പോയാൽ 7 മണി സമയത്തോടുകൂടെ ആരംഭിക്കുന്ന ഒരു സമയക്രമമാണ് നമ്മുടെ മദ്രസകൾക്കൊക്കെ ഉള്ളത്. 7 മണിക്ക് ആരംഭിച്ച് 2 ഷിഫ്റ്റുകളായി ഏകദേശം ഒരു 9:30 മണി വരെ തുടരുന്ന ഈ ഒരു മദ്രസ സിസ്റ്റത്തിന് ഈ ഒരു സമയമാറ്റം, സ്കൂളിൻ്റെ ഈ ഒരു സമയമാറ്റം വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഷംസീർ പറഞ്ഞ ഈ സ്കൂളിൻ്റെ സമയമാറ്റത്തിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അതിനൊന്നും ഞങ്ങൾ എതിരെ നിൽക്കുന്നില്ല. പക്ഷേ ഒരു കേരളീയ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഒരു മദ്രസ പ്രസ്ഥാനം എന്നുള്ളത് അത് സമൂഹത്തിൽ വളരെ നല്ല പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും പുതിയ കാലഘട്ടങ്ങളിൽ വഴികേടിലാകുന്ന വിദ്യാർത്ഥികളെ ധാർമ്മികമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് കൂട്ടുപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് മദ്രസ. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ സമയമാറ്റം 10 മണി എന്നുള്ളത് 8 മണിയാക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ മദ്രസയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു അന്തരീക്ഷം വരാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ട്യൂഷൻ്റെയും മറ്റ് കോച്ചിങ് ക്ലാസ്സുകളുടെയും പേരിൽ ഒരുപാട് കുട്ടികൾ മദ്രസയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. സ്കൂളിൻ്റെ ഈ ഒരു സമയമാറ്റവും കൂടെ ഇതിലേക്ക് ചേർന്ന് വന്നാൽ പല കുട്ടികളും മദ്രസയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു അന്തരീക്ഷമായിരിക്കും നമുക്ക് കാണേണ്ടി വരിക. ഇത് മദ്രസ പ്രസ്ഥാനത്തെ വളരെയധികം ദോഷകരമായ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് ഇരു സമസ്തയുടെയും പണ്ഡിതന്മാർ സർക്കാരിനെയും മറ്റ് മേധാവികളെയും നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. എല്ലാവരും ഉൾക്കൊണ്ട ഒരു കാര്യവും കൂടിയാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞ ഒരു രസകരമായിട്ടുള്ള കാര്യം, വിദേശ രാജ്യങ്ങളിൽ അഥവാ അറബി നാടുകളിലൊക്കെ സ്കൂളുകൾ രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെയൊക്കെ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെയാണ് അവർ ആത്മീയ പഠനവും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് 8 മണിക്ക് തുടങ്ങുന്നതിൽ യാതൊരു തടസ്സവും മുന്നിലില്ല. പക്ഷേ നമ്മൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ മദ്രസ പ്രസ്ഥാനം വേറെ തന്നെയാണ്, സ്കൂൾ സ്ഥാപനങ്ങൾ വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ
അതിലുള്ള സമയക്രമങ്ങളും വിഭിന്നമായിരിക്കും. പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഷംസീർ പറഞ്ഞത് 10 മണിക്ക് സ്കൂൾ തുടങ്ങുന്നത് 8 മണിക്കാക്കാനാണ്. ഇനി നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളിലോ മറ്റ് തൊഴിൽ മേഖലയിലോ നോക്കുമ്പോൾ ജോലി സമയം 10 മണിക്ക് തുടങ്ങുന്നത് 8 മണിക്കാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചർച്ച നമ്മൾ മുന്നിൽ കൊണ്ടുവന്നാൽ ഈ ഒരു ആവേശവും ഉന്മേഷവും ആർക്കും കാണില്ല എന്നുള്ളൊരു വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഈ ചർച്ചയിലൂടെ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താമെന്ന് തോന്നുന്നു. ഷംസീർ പറഞ്ഞതിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ സമയമാറ്റത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എങ്കിലും ഈ കേരളീയ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തോട് എതിരായി വരുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മദ്രസ സമയത്തെ, നിലവിൽ തുടർന്നു വരുന്ന മദ്രസ സമയത്തെ ബാധിക്കാത്ത രൂപത്തിൽ സ്കൂൾ സമയമാറ്റം വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്.